നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചീരുവിനെയും കൂട്ടിയുള്ള മാഷിന്റെ ഈ വരവ് ഒരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നത്. വിനയം വരുന്ന കാര്യം അറിഞ്ഞിട്ടും ചീരു മക്കളെ ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇപ്പതേ അച്ഛനും മക്കളും കൂടി കുഞ്ഞുങ്ങളെ കാണാൻ വരികയും ചെയ്തു. ഇതിന്ന് ഏട്ടൻ എന്താ തോന്നുന്നേ? അവരിവിടെ വന്നതിൽ എനിക്കും വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ മക്കളെ കാണാനാണോ അതോ അവരെ തിരിച്ചു കൊണ്ടുപോകാനാണോ വന്നതെന്ന് നമുക്കറിയില്ലല്ലോ. മക്കളിവിടെ നിൽക്കട്ടെ എന്ന് ചീരു തീരുമാനിച്ച പിന്നെ മാഷ് അതിന് തടസ്സം നിൽക്കൂ ഏട്ടാ. ഇനി അഥവാ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ ചീരു നമ്മളെ വിളിച്ചല്ലേ പറയുള്ളൂ. അതും ശരിയാ ലതികെ. മക്കളെ കാണണമെന്ന് തോന്നുമ്പം വിളിച്ചു പറഞ്ഞ അടുത്ത നിമിഷം വണ്ടിയും വിളിച്ച് ഞാനും ലതികെ മക്കളുമായി എത്തൂന്ന് ഞാൻ ചീരുവിനോട് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് സംശയിക്കാൻ ഒന്നുമില്ല. വിനയം തിരിച്ചു വരും മുമ്പ് മക്കളെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് തന്നെ അവര് വന്നേ. അങ്ങനെ അങ്ങ് ഉറച്ചു വിശ്വസിക്കാനും പറ്റുന്നില്ലല്ലോ ലതികെ. അതെന്താ? മക്കളെ കണ്ടിട്ട് പോകാനാ വന്നതെങ്കിൽ അവര് കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുവരേണ്ടതല്ലേ? വല്ല ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ഉടുപ്പോ അങ്ങനെ എന്തെങ്കിലും. ഒന്നുമില്ലാതെ വെറും കൈയോടെ മാഷും ചീരുവും മക്കളെ കാണാൻ വരുമോ ലതികെ? അതിപ്പോ മക്കൾക്ക് ഇവിടെ ഒന്നിനൊരു കുറവും നമ്മൾ വരുത്തില്ലെന്ന് അവർക്കറിയാലോ. ചിലപ്പോ അവരുടെ കയ്യിൽ കുറച്ച് കാശ് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ? ആ, മാഷായതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. മക്കൾക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അവരുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ ചെയ്യട്ടെ എന്ന് കരുതി കാണും. മക്കളെ നോക്കുന്നതിന് നമുക്ക് ഒരു പൈസയും വേണ്ട. പക്ഷേ മക്കളെ ഏൽപ്പിച്ച നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. മാഷ അവിടെ നിൽപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ കുടിക്കാനെടുക്ക്. മാഷേ, ജ്യൂസ് അവിടെ വെച്ചല്ലേ. നീ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയാ ചീരുവിനും മഞ്ചാടിക്ക് ഇങ്ങോട്ട് വരാം. മാഷേ, ജ്യൂസ് കുടിക്കേ. ഞാൻ പോയി അവരെ ഇങ്ങോട്ട് വിടാം. അല്ലല്ല, അത് വേണ്ട. ലതിക ജ്യൂസ് അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ. നമുക്കല്ലേ സംസാരിക്കാനുള്ളത്. ശരി. ലംബോദരൻ ഇരിക്കേ. വിനയനെ എപ്പോഴാ എത്തുന്നൊന്നുമില്ല അറിഞ്ഞോ? ഡേറ്റ് ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇനി അവനെ ഫ്ലൈറ്റ് കയറ്റി വിട്ടതിന് ശേഷമായിരിക്കും അവർ വിളിക്കുന്നത്. എന്തായാലും ആളിങ്ങ് എത്തുന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അത് തന്നെ വലിയ കാര്യം. ഗൾഫിലെ ജയിലിലൊക്കെ പെട്ടതാ. രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് കരുതിയാ മതി. ഞാൻ അവന് വേണ്ടി നേരാത്ത വഴിപാടുകളൊന്നുമില്ല മാഷെ. എന്നുവെച്ച് എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. അവൻ ദ്രോഹിച്ചവര് പോലും അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾക്കറിയാം. അതല്ലെങ്കിലും ഒരാൾക്കൊരു അപകടം പറ്റി കിടക്കുമ്പോ അയാൾ അതോടെ അങ്ങ് തീർന്നു പോകട്ടെ എന്ന് വിചാരിക്കാൻ ദുഷ്ടന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. വിനയന് ഞങ്ങളൊക്കെ ശത്രുക്കളാണെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ രക്ഷപ്പെടണമെന്നേ ഞാനും എൻ്റെ മക്കളും ആഗ്രഹിച്ചിട്ടുള്ളൂ. ചീരുവിനെയും മാഷിനെയും ഞങ്ങൾക്കറിയില്ലേ. വിനയൻ നിങ്ങളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനെ നിങ്ങൾ ശപിച്ചിട്ടില്ല. അതിന്റെ തെളിവ് കൂടിയാ അവന്റെ ഈ തിരിച്ചുവരവ്.